ഷൂട്ടിംഗ് സ്റ്റാറിലെ സ്റ്റുഡൻ്റായ ജസ്ലിയ എന്ന പെൺകുട്ടിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്ന് രാത്രി തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് രാത്രി ആയതുകൊണ്ട് തന്നെ വാഹനം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ മുതലുള്ള CCTVs നോക്കി. എന്നിട്ട് നമുക്ക് അന്ന് രാത്രി അതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള CCTVs കുറവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടിയത് ആരാണ് വാഹനം ഓടിച്ചതെന്നും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിറിയക്ക് എന്ന് പറയുന്ന ആളാണ്, കോട്ടയം സ്വദേശിയാണ്, അയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ ഇയാളുടെ ഓടിച്ചിരുന്ന വാഹനം എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ തന്നെ നമ്മൾ വാഹനം കോടതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജാമ്യമില്ലാത്ത നോൺ ബെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ 8 ആണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇവർ സിറിയകൻ അന്വേഷിച്ച് പോലീസ് പാർട്ടി പുറത്തുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് കോടതിയിൽ ഹാജരാക്കി നമ്മൾ മറ്റുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. നിലവിൽ നമുക്ക് ഒരാൾ മാത്രമാണ് വരുന്നത്. അതന്നെ അവർ ചെയ്യാൻ നിലവിൽ ചുമത്തിയിട്ടുണ്ട്. അവർ നമ്മൾ നിലവിൽ നരകത്തേക്കാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ തുടർന്നുണ്ടാവും. ഇല്ല, അതിനുള്ള സാധ്യത കാണുന്നില്ല. ഇവർ കോളേജിൽ 4:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കറുകുറ്റിയിലൊരു പ്രോഗ്രാം നമുക്ക് CCTV കാണുന്നുണ്ട്, എൻട്രി എക്സിറ്റ് കാണുന്നുണ്ട്. 7:16 എക്സിറ്റ് ആയിട്ട് കാണുന്നത്. അതിനുശേഷം ഒരു 12-13 മിനിറ്റിന് ശേഷമാണ് ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമല്ല. എന്ത് കാരണം കൊണ്ടാണെന്ന് ഇനി അവരെ കിട്ടിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം നമ്മളെന്തായാലും ബാക്കി കാര്യങ്ങൾ ഇവരെ കിട്ടുന്ന മുറയ്ക്ക് അന്വേഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രാഥമികമായിട്ട് അതിന് മൊഴി എടുത്തിരുന്നു. ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യും. കോളേജിൽ പോയിരുന്നു. ഇന്നലെ രാവിലെ പോയിരുന്നു. അവിടെ HOD ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളും അതിനനുസരിച്ച് തന്നെ ചെയ്യുന്നു. ഇല്ല, അത്തരത്തിലില്ല. എന്താ വെച്ചാൽ ഇന്നലെയാണ് അക്യൂസർ നമുക്ക് 100% ഇയാളാണ്, രണ്ടുപേരും വാഹനത്തിലുണ്ടായിരുന്നെങ്കിലും ഇയാളാണ് വാഹനം ഓടിച്ചത്. ഇന്നലെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. വിഷ്വൽ CCTVകളുണ്ട്, പലതും പല CCTV ഉണ്ട്, പലതും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ പലതും റോഡിലേക്ക് വ്യൂ ഇല്ല. അതാണ് ഒരു പ്രധാന വിഷയം. പിന്നെ ക്വാളിറ്റിയുടെ ഒരു വിഷയമുണ്ട്. രാത്രി ആയതുകൊണ്ട് വിസിബിലിറ്റിയിലുള്ള വിഷയമാണ് പലപ്പോഴും നമ്മൾ ഈ വണ്ടി ലൊക്കേറ്റ് ചെയ്യാം. പിന്നെ വണ്ടി ഒരു ഡാർക്ക് കളർ വാഹനം കൂടെ ആയതുകൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.